ഇത് ഗാന്ധിജിയുടെ ആത്മകഥയാണ്. ഗാന്ധിജിയുടെ ആത്മകഥ. ഇന്ത്യത്തെ ഏറ്റവും വലിയ നേതാവാണ് ഗാന്ധിജി. ഇപ്പത്തന്നെ ശതമാനത്തിൽ ഇപ്പോഴും ഇന്ത്യത്ത് ഒരു കോമൺ ഹിസ്റ്ററി ചർച്ചയാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരാൾ മഹാത്മാഗാന്ധിജിയെ പോലത്തെ സുബ്ഹാനല്ലാഹ്, അയാളെ ലൈഫ് വല്ലാത്തൊരു അത്ഭുതമാണ്. അയാളെ ഉമ്മ അതുപോലെ അയാളെ ബാപ്പയുടെ ബഗ്ഗെല്ലാം ഇതിൽ വിശദീകരിക്കുന്നത്. സ്വന്തം പ്രിയപ്പെട്ട ബാപ്പയുടെ മുന്നിൽ ഞാൻ ആക്കിയെത്ത ചില തപ്പുകളെ എല്ലാം ഞാൻ എന്താക്കിയാൻ ചൊന്നെങ്കിൽ ബാപ്പയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ചെന്ന് കട്ലാസിൽ എഴുതിയ ബാപ്പ ഉറങ്ങിയിട്ടുണ്ട്, ബാപ്പക്ക് ഉഷാരില്ല, ബാപ്പക്ക് എന്താക്കില്ല ചെന്നെങ്കിൽ ബാപ്പക്ക് തീരില്ല, അയാൾ കിടത്തത്തിലുണ്ട്. ആ കിടത്തത്തിലുള്ള എങ്കെത്ത സമയത്ത് ഞാൻ ബാപ്പയുടെ മുന്നിൽ പോയിട്ട് എന്താക്കിയ കൊണ്ടുണ്ട ഞാൻ ആക്കിയെത്ത എൻ്റെ ബാല്യത്തിൽ ചെറുതിലാക്കിയെത്ത തപ്പുടെ എല്ലാം കടലാസിൽ ഇങ്ങനെ എഴുതിയിട്ട് ബാപ്പയുടെ മുന്നിൽ ഇങ്ങനെ വെച്ചേ. അങ്ങനെ വെച്ചപ്പ ഇയാൾ ചെണ്ട് ഭഗന്തരം ബാധിച്ച് കിടപ്പിലായിരുന്ന അച്ഛൻ, ഇതിന്റെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ചെന്ന് 500ഓളം പേജുണ്ട്. ഇതിൽ അയാൾ ചെള്ളെ എൻ്റെ ബാപ്പ ഇങ്ങനെ കിടന്നിട്ടുണ്ട്, നക്ക് പേടിയായിട്ടുണ്ട്, ബാപ്പ നക്ക് അടിക്കട പിടിക്കട എന്തിനാക്കിടുന്ന കൊന്തില്ലേ. അങ്ങനെ കുറിപ്പ് അപ്പൻ വായിച്ചു. കവിൽ തടങ്ങളിലൂടെ കണ്ണീർ മുത്തുകൾ ഉരുണ്ടുരുണ്ടു വീണു. കുറച്ചു നേരം കണ്ണടച്ചിരുന്നു, പിന്നെ കുറിപ്പ് ചീന്തിക്കളഞ്ഞു. അത് വായിക്കാൻ അച്ഛൻ എഴുന്നേറ്റിരുന്നിരുന്നു. അദ്ദേഹത്തിന്റെ സങ്കടം എനിക്ക് കാണാമായിരുന്നു. ഞാനും കരഞ്ഞു. അദ്ദേഹം കിടന്നു. ആ ചിത്രം ഇപ്പോഴുമുണ്ട് എൻ്റെ മനസ്സിൽ. അതായത് ഞാൻ ബാല്യകാലത്ത് ചില തപ്പെല്ലാക്കടാറല്ല മക്ക, അതിനെ ഞാൻ അബ്ബയുടെ മുന്നിൽ എഴുതിയിട്ട് ഇങ്ങനെ വെച്ച അബ്ബ പിന്നെ മരിക്കട്. ആ അബ്ബ നക്ക് അടിക്കൊണ്ട് ഞാൻ വിചാരിച്ച ഇല്ല, അബ്ബ എനിച്ചിട്ട് ഈ കടലാസ് ചണ്ടിയാവുത്തോൾ അബ്ബ ഇങ്ങനെ പുൽപൊട്ടുത്തു. ഗാന്ധിജി ചൊല്ലു നക്ക് പിന്നെ അഹിംസ ഈ ലോകത്തെ ഏറ്റവും നല്ല ആയുധം അഹിംസയാണെന്ന് തോന്നിരെ നന്റെ ഈ ബാപ്പയുടെ പ്രവർത്തനത്തിലൂടെയാണ്. ബാപ്പ നക്ക് അടിക്കു പോയില്ല, ഞാൻ ആ ബാപ്പയുടെ കണ്ണീര് കാണലോടുകൂടെ നന്നായ. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ആളായി മാറിയിട്ട് മോഹൻദാസ് കർമ്മചന്ദ്ര ഗാന്ധി അയാളൊക്കെ അയാൾ കർമ്മചന്ദ്രനല്ല കർമ്മസൂര്യനായിട്ട് മാറിയിട്ടുണ്ടാ ചൊല്ല്. എത്രയാണ് നന്മകൾ ഇന്ത്യത്ത് അങ്ങനത്തെ ഒരാളില്ലാണ്ടാ ഞാൻ ചൊന്നുകൊണ്ടുള്ള രാഷ്ട്രപിതാണ്. പക്ഷെ അയാളെ സംസ്കാരത്തിന് ഇന്ത്യ അയാളെ സംസ്കാരങ്ങൾ വിട്ടു. അതൊക്കെ എപ്പോഴാണോ ഇന്ത്യ മടങ്ങി പോണ്ടേ, മടങ്ങി പോയില്ലെങ്കിൽ ഇന്ത്യത്തെ ആത്മാവ് നശിച്ചു പോകണ്ടുണ്ടാ, അത് ഉറപ്പാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒന്നാവും. എന്നിട്ട് അയാളെ ഉമ്മയുടെ വക അയാൾ ചൊല്ലു, ഞാൻ ഇംഗ്ലണ്ടിക്ക് പോകൂ, പഠിക്കോ പോകുമ്പോ എൻ്റെ ഉമ്മ പഠിക്കോ പോകും വിട്ടില്ല, എൻ്റെ കൊണ്ടുണ്ട അവിടെ പോയെങ്കിൽ ബെടക്കൗടാറൻ വിസ കിട്ടിയിട്ട് അവസാനം നക്ക് ഇംഗ്ലണ്ടിക്ക് പഠിക്കൂ പോണു. നക്ക് വക്കീലാവണം, അറിയപ്പെട്ട വക്കീലാണ് ഗാന്ധിജി. അങ്ങനെ പോകുമ്പോ അവസാനം നന്റെ ഉമ്മ നന്റെ വിളിച്ചിട്ട് ശപഥം ചെയ്യിപ്പിച്ചിട്ട് എന്തിനു കൊണ്ടുണ്ട, ഇവനെ കൊണ്ട് ഞാൻ 3 ശപഥം ചെയ്യിക്കാം, പിന്നെ അവനെ പോകാൻ അനുവദിക്കുന്നതിൽ തെറ്റില്ല. 3 ഇംഗ്ലണ്ട് പഠിക്കോ പോകുമ്പോ ഒന്നാമത്തെ പ്രതിജ്ഞ എന്തിനു കൊണ്ടുണ്ട, മാംസം ഭക്ഷിക്കില്ല. ഗാന്ധിജിയുടെ ടീ ചെന്ന് മാംസം അവിടെ പോയിട്ട് തിന്നോ തീറ. 2 മദ്യം കുടിക്കില്ല, കള്ള് ഞാൻ കുടിക്കില്ല, സത്യ ഇട്ടിട്ട് പോകുന്നുണ്ട് ഒട്ടിയെ. 3 പരസ്ത്രീ സംഘം ഉണ്ടാവില്ല. ഈ 3 വാക്ക് കൊടുത്തിട്ടാണ് പ്രിയപ്പെട്ട ഗാന്ധിജി ലണ്ടനിൽ പോണ്ടേ. എത്രയാണ് നന്മകൾ സഹോദരന്മാർ, അത് ചെന്നത് വിജയമേ വേറാവും. അപ്പൊ ഞാൻ ചെന്നത് ധാരാളം നന്മകൾ അതിൽ ചെല്ല. അയാളെ ആശ്രമത്തിൽ ഒരു കള്ളൻ വന്നാണ്ട കക്കു. അപ്പൊ എല്ലാവരും പിടിച്ചാറയാൾ പിടിച്ചിട്ട് ഇയാളെ മുന്നിൽ കൊമ്പന്നാർ ശിക്ഷിക്കൂ. അങ്ങനെ കള്ളം വന്നപ്പാ ഇയാൾക്ക് എടുത്തോള കള്ളക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കറുണ്ട്, തിന്നോ കൊടുക്കറുണ്ട് സുബൈക്ക്. അപ്പൊ എല്ലാവർക്കും അത്ഭുതം, ബ്രേക്ക്ഫാസ്റ്റ് കള്ളടെ ശിക്ഷിക്കുമല്ലേ ഞങ്ങൾ കൊമ്പന്നേ. അപ്പൊ ചൊന്നത് ഇയാൾ കക്കൂ വന്നേരെ എന്തും ഇല്ലാണ്ടല്ലേ കക്കൂ വന്നേരെ, തിന്നുക എന്തും ഇല്ല മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കക്കൂ വന്നേരെ. അതുകൊണ്ടാണ് ദാരിദ്ര്യം. അങ്ങനെയാണ് നേരത്തെ ഞാൻ ചൊന്ന ആ കള്ളടെ ബുക്കിൽ അയാൾ ചൊല്ലു, ഞാൻ എന്താക്കണോ തിന്നുക എന്തുമില്ലാത്ത ടൈമിൽ എന്തിനാക്കടോ അവസാനം ട്രെയിനിൽ പോണ്ടേ, ടിക്കറ്റ് എടുക്കാൻ ട്രെയിൻ കൊത്തരും. അങ്ങനെ 10 TTR വന്ന് പിടിച്ചിട്ട് കൊമ്പയിൽ ജയിൽ കിട്ടൽ. അങ്ങനെ ജയിൽ കിട്ടെങ്കിൽ ഒരു 5-6 നാൾ നല്ല ആറാമത്തിൽ തിന്നോട്. ദാരിദ്ര്യമാണ്, പ്രയാസം. ഇതെന്ത് നക്കിന്റെ ചൊന്നെങ്കിൽ എന്താ ചാവൽ. പക്ഷെ അയാൾ ചൊല്ലു എല്ലാവരെയും TTR പിടിക്കുന്നത്, എന്റെ മാത്രം പിടിക്കലേ ഇല്ല, ഞാൻ എതിരെതിർ പോയെങ്കും പിടിക്കില്ല എൻ്റെ അയാൾ ചൊല്ലു. അപ്പൊ കൂടെ ഇയാൾ വന്നത് തിന്നുക എന്തും ഇല്ലാണ്ടല്ലേ. അതുകൊണ്ട് ഇയാൾ കള്ളനാണെങ്കിലും ഇയാൾ മനുഷ്യനല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ടാ ചൊല്ല. ഫസ്റ്റ് അയാൾക്കും പോയിട്ട് നല്ല ഫുഡെല്ലാം കൊമ്പന്നിട്ട് ഇനി അയാളെ ശിക്ഷിക്കില്ല. അയാളൊട്ടി ഗാന്ധിജി ഒന്നുണ്ടാ, മോഷണം അത് ഏറ്റവും വലിയ തെറ്റാണ്, കക്കടേൻ്റെ ഒന്ന് ഇനിമേൽ നീ കക്കൂത്തീറ അങ്ങനെ ശപഥ ഇട്ടാണ്ട് നിന്റേതാണ് എന്തോ ആക്കില്ല എന്ന് ചൊന്നപ്പ അയാൾ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ അനുയായിയായി മാറിയിട്ട് ആശ്രമത്തിൽ ബാക്കിയായത്. ഇങ്ങനെ 100 കണക്കിൽ ഞങ്ങൾ ചെല്ലല്ലേ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ അഖ്ലാഖെല്ലാം സ്വഭാവങ്ങളെല്ലാം ആരോ വലിച്ചോണ്ട് പോയിരാ. ആരോ ഉള്ള ഞാൻ ഗാന്ധിജിയുടെ ബാക്കി വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതമാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്തെല്ലാം സ്വഭാവങ്ങളാണ്, എത്ര നല്ല സ്വഭാവങ്ങൾ. അതുകൊണ്ടാണ് അങ്ങ് അത്രയും വലിയ ആൾമാരായി ഇപ്പത്തന്നെ ശതമാനത്തിലും ഇപ്പോഴും അല്ല ഒരു 300-400 വർഷത്തെ ഇടൽ ഇങ്ങനത്തെ ഒരാളെ കാട്ടൂ സാധ്യയില്ല. അത് ഗാന്ധിജിയുടെ മതവും ഞാൻ അവസാനിപ്പിക്കുക. ഓരോരുത്തർക്കും ഓതാ ഞാൻ ചൊന്നല്ലേ, ഞങ്ങൾ വലിയ ബമ്പന്മാരും ചൊന്നത്
ഇക്കടക്ക് നങ്ക് എന്തൊരു അഖലാക്കുള്ളേ കള്ളടെ 500 പേജുള്ള ബുക്ക് രണ്ടോട്ട വായിച്ച് 4-5 പേജ് പോയിന്റ്സേ ഞാൻ എഴുതി വെച്ചാൻ ചൊന്നെങ്കിൽ കള്ളം നല്ലോണാണ് ഞാൻ വായിക്കുമ്പോ നണ്ടാട്ടി അപ്പൊ ഞങ്ങൾ നല്ല ആൾമാറാവണു സ്വാലിഹീങ്ങളാവണു അവസാനിപ്പിക്കടെ അപ്പ ഉമ്മടിട്ട് ഏറ്റവും നല്ല അതപ്പുള്ള ആൾമാറാവണു ഇത് കേക്കിടങ്കെത്ത ഒരാളും ഇനിമേൽ അപ്പ ഉമ്മടെ ആക്ഷേപിക്കിടങ്കെത്ത പറയിടങ്കെത്തെ ചൂടാവുടങ്കെത്ത ഒരു ഗുണം ഉണ്ടാവുകയെ തീരെ നമുക്ക്